പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായി സത്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനചിന്തകളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക്, നോമ്പിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതായ വചനഭാഗം വിശുദ്ധനായ ലൂക്കോസും സബ്രാനിൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ചെറിയൊരു വചനം. ഒരു അത്ഭുതം നടക്കുന്നു. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതാണ് ഇതിവൃത്തം. സ്ഥലത്തെക്കുറിച്ച് പ്രത്യേക പരാമർശങ്ങളില്ല, എങ്കിലും അത് കഫർനഹൂമാണെന്ന് പറയപ്പെടുന്നു. കഫർനഹൂം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സൗഖ്യമുള്ള ഇടം എന്നാണ്. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം ഉദ്ദേശിക്കപ്പെട്ട ഒരിടം, അതിനെ കഫർനഹൂം എന്ന് പറയുന്നു. എന്നാൽ തുടർന്നുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകൾ ആ ഇടങ്ങളിൽ രോഗികളായിട്ടുണ്ടായിരുന്നു എന്ന് കാണാം. പല വീടുകളുടെയും അർത്ഥം പോലെയാണ്. സമാധാനത്തിൻ്റെ ഭവനം എന്ന് പേര്, പക്ഷേ വീടുകളിൽ സമാധാനമില്ല. അത്ഭുതങ്ങളൊന്നും ഭവനങ്ങളിൽ നടക്കുന്നില്ല, കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നടക്കുന്നില്ല. എന്തുകൊണ്ട്? തമ്പുരാൻ ഇവിടെ അതിനൊരു മറുപടി പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കാത്തത്? ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കേണ്ടത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ചിന്ത ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കവിണ്ണു വീണു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് സബ്മിഷൻ. ഞാൻ പരിപൂർണമായി നിൻ്റെ അടുക്കലേക്ക്, നിന്നിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം സമർപ്പണമാണ്. കരുതലിൻ്റെ ഉദാത്തമായ ഒരു ഭാവം സമർപ്പണമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊന്നും ആകാൻ പറ്റാത്തത് ഒരു പരിപൂർണ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടാത്തതുകൊണ്ടാണ്. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരവും, മക്കളും, കുടുംബജീവിതം മുഴുവൻ ഒരു പരസ്പര സമർപ്പണത്തിൻ്റെ അന്തരീക്ഷത്തിൽ നേരിടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. കവിണ്ണു വീഴുന്ന ഒരു മനുഷ്യൻ. ദൈവസന്നിധിയിലും അത്തരത്തിലൊരു കവിണ്ണു വീണൽ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തേത് ഒരു സംസാരത്തിൻ്റെ ശുദ്ധിയാണ്. ആ മനുഷ്യൻ വന്ന് തമ്പുരാനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നാണ്. ഇതെൻ്റെ നിർബന്ധമല്ല, എൻ്റെ അവകാശമല്ല, എൻ്റെ ആവശ്യമല്ല. നേരെ മറിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നാണ്. എത്രയും ആർദ്രതയോടെ സംസാരിക്കുന്ന ഒരു ശബ്ദം. ജീവിതത്തിൽ ഒരു ആർദ്രത നമ്മുടെ സംസാരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ രണ്ടാമതുണ്ടാകേണ്ടത് ആർദ്രതയോടെ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കുറെ കൂടി ഭവ്യതയോടെ, കുറെ കൂടി വിനയത്തോടെ, കുറെ കൂടി സ്നേഹത്തോടെ, കരുതലോടെ ഒരാർദ്രത സംസാരത്തിലും ജീവിതത്തിലും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി തമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. മനസ്സുണ്ടോ എന്ന ചോദ്യം. അവൻ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. അത് പറയുക മാത്രമല്ല, അവൻ തൊട്ടിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. അവൻ അവൻ്റെ കരങ്ങൾ കൊണ്ട് അവനെ ചേർത്ത് പിടിക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഒരു ചേർത്ത് പിടിക്കലാണ്. സൗഖ്യത്തിൻ്റെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് നീ എൻ്റേതാണ് എന്നുള്ള കരുതലോടുകൂടി ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കർത്താവ് അവനെ തൊടുകയാണ്. അക്കാലത്തെ അസ്പർശ്യ നിയമങ്ങളിൽ തൊടൽ അനുവദനീയമല്ല, പക്ഷേ തമ്പുരാൻ എന്നിട്ടും അവന് തൊടുന്നുണ്ട്. ഒന്ന് തൊടാൻ സാധിക്കുന്നോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ. വ്യക്തി ജീവിതത്തിലും, കുടുംബജീവിതത്തിലും, ഔദ്യോഗിക ജീവിതത്തിലും, പൗരോഹിത്യ ജീവിതത്തിലും എല്ലാം നിനക്കൊന്ന് തൊടാൻ സാധിക്കുന്നുണ്ടോ, ഒന്ന് തൊട്ട് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രകടമാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കാം. അവസാനമായിട്ട് അവൻ പറയുന്നൊരു വാക്യമുണ്ട്, ഇത് നീ ആരോടും പറയരുത്. എൻ്റെ അത്ഭുതങ്ങൾ, എൻ്റെ കരുതലുകൾ, എൻ്റെ സ്നേഹപ്രകടനങ്ങൾ അത് വെളിപ്പെടുത്താനുള്ളതല്ല. ഞാനും നീയും തമ്മിലുള്ള വ്യക്തിബന്ധമാണ്, സൗഹൃദമാണ്, സ്നേഹമാണ്. അത്ഭുതങ്ങൾ പലപ്പോഴും ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴത്തെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് മറ്റിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല, മറ്റിടങ്ങളിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. പലപ്പോഴും ഇക്കാലഘട്ടത്തിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു വേദികളായിട്ട് ആത്മീയ തലത്തിൽ മൂല്യശോഷണം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം പ്രസക്തമാണ്. ഇത് നീ ആരോടും പറയരുത്. കാരണം ഇത് ഞാനും നീയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഊഷ്മളതയുടെ നിദർശനങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, 4 കാര്യങ്ങൾ തിരുമുമ്പിൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. ഒന്ന്, നിനക്ക് സമർപ്പിക്കാനുള്ള, ഒരു വിനയത്തോടെ നിന്നെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? അവൻ കവിണ്ണു വീണു എന്ന് രേഖപ്പെടുത്തുന്നു. 2, അവൻ്റെ വാക്കുകളിലെ ലാളിത്യമാണ്. നിനക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദ്യം. മൂന്നാമത്തേത്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുക മാത്രമല്ല, ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള അനുഭവം കൂടി കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു.
ഏറ്റവും അവസാനമായിട്ട് ഇത് ഞാനും നീയും തമ്മിലുള്ള നമ്മുടെ സൗഹൃദത്തിൻ്റെ, നമ്മുടെ സ്നേഹത്തിൻ്റെ, നമ്മുടെ കരുതലിൻ്റെ നിദർശനങ്ങളാണ്. ഇത് മറ്റുള്ളവരോട് പങ്കുവെച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ ഒരാളെ ചെറുതാക്കാനോ വലുതാക്കാനോ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ ഈ സ്നേഹ നിദർശനങ്ങൾ നമുക്ക് മാതൃകയാകട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരു നോയമ്പിൻ്റെ ഒരാഴ്ച കൂടി പിന്നിടുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.